ഇത്തവണത്തെ സിലബസിലുള്ള പ്രകാശം എന്ന ഭാഗം ഒന്ന് നോക്കിയാലോ. അതും 7ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്ററിൽ നിന്നുള്ള പ്രകാശ വിസ്മയങ്ങൾ എന്ന ഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു പോയിന്റ് പോലും കളയാതെ എല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക. നോക്കാം. കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം. നമ്മൾ ആദ്യം പഠിക്കുന്നത് ക്രമപ്രതിപതനമാണ്, അതായത് റെഗുലർ റിഫ്ലക്ഷൻ. ഈ ക്രമപ്രതിപതനം എന്ന വാക്ക് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സ്കൂൾ ടെക്സ്റ്റ് അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ദർപ്പണങ്ങൾ. അതും നോട്ട് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. ഈ ക്രമപ്രതിപതനം. ഇനി പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങൾ ഏതാണ്? ദർപ്പണങ്ങൾ. ഇവിടെ നോക്കിയേ, ഈ ഇമേജ് നോക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ നോക്കും. ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? ക്രമപ്രതിപതനം. നമ്മൾ പ്രകാശം എന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ക്രമപ്രതിപതനം പഠിച്ചു. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വിസരിത പ്രതിപതനം, അതായത് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. മലയാളം വാക്ക് ഉറപ്പായിട്ടും പഠിച്ചു പോവുക. വിസരിത പ്രതിപതനം എന്താണെന്ന് നോക്കിയാലോ. മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കുന്നു. ശ്രദ്ധിക്കുക, ക്രമരഹിതമായി പ്രതിപദിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം. ഇതിന്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. ക്രമപ്രതിപതനം എങ്ങനെയായിരുന്നു? ക്രമമായി പ്രതിപദിക്കുന്നു. ആ ഇമേജിൽ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് വിസരിത പ്രതിപതനമാണ്. അവിടെ നോക്കിയേ, ക്രമരഹിതമായി. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാണ് പഠിക്കുക. മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം. കിട്ടിയോ? ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. ഒന്നുകൂടി പറയാം, കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം, അതായത് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. ഈ ഇമേജ് വെച്ച് തന്നെ നമുക്ക് പഠിക്കാനൊക്കെ. കണ്ടോ, സമതല ദർപ്പണം എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കാം എന്താണ് പതനകിരണം, പ്രതിപതന കിരണം എന്ന്. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയെ പതനകിരണം എന്നും ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മിയെ പ്രതിപതന കിരണം എന്ന് പറയുന്നു. കണ്ടോ, ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മി പടത്തിൽ നോക്കി കറക്റ്റായിട്ട് വരച്ചിട്ടേക്കുന്നത്. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയെ പതനകിരണം എന്നും ദർപ്പണത്തിൽ തട്ടിപ്പോകുന്ന രശ്മിയെ പ്രതിപതന കിരണം എന്നും പറയുന്നു. മനസ്സിലായോ? ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയെ പതനകിരണം എന്നും ദർപ്പണത്തിൽ തട്ടിപ്പോകുന്ന രശ്മിയെ പ്രതിപതന കിരണം എന്നും പറയുന്നു. ഇനി ലംബം നോക്കാം. ഈ പടം തന്നെ നോക്കിയോ. ദർപ്പണത്തിന്റെ പ്രതലത്തിന് ലംബമായി പതന ബിന്ദുവിൽ നിന്ന് ഒരു രേഖ വരച്ചിരിക്കുന്നില്ലേ, ഇതിനെ ലംബം എന്ന് പറയും. നേരേഖ. കണ്ടില്ലേ, ലംബം. ഇനി നോക്കാം. പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണിനെ പതനകോൺ എന്ന് പറയും. കോൺ കണ്ടില്ലേ? ലംബത്തിനും പതനകിരണത്തിനും ഇടയിലുള്ള കോണിനെ പതനകോൺ എന്ന് പറയും. എങ്കിൽ ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോണിനെ എന്ത് പറയും? വേറെന്ത് പറയാൻ? പ്രതിപതന കോൺ. അപ്പോൾ അതുകൂടി ലംബം പഠിച്ചു. ദർപ്പണത്തിന്റെ പ്രതലം ലംബമായി പതിക്കുന്ന ആ ബിന്ദുവിനെ ഒരു രേഖ വരച്ചിരിക്കുന്നു, അതിനെ ലംബം എന്ന് പറയുന്നു. പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണിനെ പതനകോൺ എന്നും ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോണിനെ പ്രതിപതന കോൺ എന്നും പറയുന്നു.